എബോള വീണ്ടും വരികയാണ്. ശരീരത്തിൽ നിന്നും ചോരയൊലിപ്പിച്ച് ആന്തരിക അവയവങ്ങൾ തകർന്ന് മനുഷ്യൻ മരണത്തിലേക്ക് വീഴുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ആ വാക്ക് ഗ്ലോബൽ ഇപ്പോൾ മുഴങ്ങാണ്. അതെ, എബോള. 2014 മുതൽ 2016 വരെയുള്ള കാലയളവിൽ വെസ്റ്റ് ആഫ്രിക്ക ആകെ നിറഞ്ഞ് 11,000-ലധികം മനുഷ്യജീവനുകളെ അതിക്രൂരമായിട്ട് കൊന്നൊടുക്കിയ അതേ കൊലയാളി വൈറസ് തന്നെയാണ് ഇപ്പോൾ വീണ്ടും വന്നിരിക്കുന്നത്. ഇപ്പോൾ 2026 മെയ് 17 ഇതിനൊരു പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓഫ് ഇന്റർനാഷണൽ കൺസേൺ ആയിട്ട് ഗ്ലോബലി ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. ഇത്തവണ ഈ മാരക വൈറസിന്റെ തുടക്കം ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ ഇട്ടൂരിയിലാണ്. അവിടുത്തെ ബുനിയ, റാംപാറ, മോങ്ബാലു എന്നീ ക്രൗഡഡ് ആയിട്ടുള്ള മേഖലകളിലാണ് രോഗം അതിവേഗം പടരുന്നത്. ഈ ഒരു പുതിയ സ്പ്രെഡിന്റെ ഈ വ്യാപനത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് അവിടെ കോങ്കോയിൽ വർക്ക് ചെയ്തിരുന്ന ഒരു ആശുപത്രിയിലെ നേഴ്സിൽ നിന്നാണെന്നാണ് സംശയിക്കുന്നത്. ഉറപ്പില്ല. കടുത്ത പനിയും ഛർദിയും ഇന്റേണൽ ബ്ലീഡിംഗ് ഒക്കെ ആയിട്ട് വന്ന ആ നേഴ്സ് ദിവസങ്ങൾക്കകം തന്നെ മരണപ്പെടുമായിരുന്നു. പക്ഷേ ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം ഇതൊന്നുമല്ല. ഈ വൈറസ് ബാധ തിരിച്ചറിയാനായിട്ട് ആഴ്ചകളോളം വൈകി എന്നതാണ്. കാരണം അവിടെ നിലവിലുണ്ടായിരുന്ന ടെസ്റ്റിംഗ് കിറ്റുകളെല്ലാം തന്നെ എബോളയുടെ സാധാരണ കാണാറുള്ള സൈർ എന്ന വേരിയന്റിനെ മാത്രം കണ്ടെത്താനുള്ള തരത്തിലുള്ളതായിരുന്നു. എന്നാൽ ഇത്തവണ വില്ലനായിട്ട് എത്തിയിരിക്കുന്നത് അതിനേക്കാൾ അപൂർവവും അപകടകാരിയുമായിട്ടുള്ള ബുണ്ടിബുഗ്യോ എന്ന് പറയുന്ന ഒരു വേരിയന്റ് ആണ്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടങ്ങളിലെല്ലാം നടത്തിയ ടെസ്റ്റുകളൊക്കെ തന്നെ നെഗറ്റീവ് ആയിരുന്നു. ഒടുവിൽ 3 ദിവസം മുന്നേ മെയ് 14 കൃത്യമായിട്ടുള്ള ടെസ്റ്റുകൾ നടത്തിയപ്പോഴേക്കും വൈറസ് ആരുടെയും കണ്ണിൽപ്പെടാതെ വലിയൊരു കൂട്ടം ആളുകളിലേക്ക് പടർന്നു കഴിഞ്ഞിരിക്കുന്നു. ലഭ്യമായിട്ടുള്ള പുതിയ കണക്കുകൾ പ്രകാരം 8 പേർക്ക് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 246 പേർക്ക് ഉണ്ടെന്ന് സംശയിക്കുന്നു. കൂടാതെ ഇതിനോടകം തന്നെ 80 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ആഫ്രിക്ക CDCയുടെ കണക്കുകൾ പ്രകാരം രോഗബാധിതർ 330-ലധികമാണ്. കൂടാതെ ഇപ്പോൾ ഈ വൈറസ് അതിർത്തികളും കടന്നിരിക്കുന്നു. അയൽരാജ്യമായിട്ടുള്ള ഉഗാണ്ടയിലെ തലസ്ഥാനമായിട്ടുള്ള കമ്പാലയിൽ അവിടെയും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവർ ICUവിലാണ്. അതിലൊരാൾ മരണപ്പെട്ടു. ഇതിന് പുറമെ അവരെ ചികിത്സിച്ച 4 ആരോഗ്യ പ്രവർത്തകരും മരണപ്പെട്ടു എന്നത് പേടിപ്പിക്കുന്ന കാര്യമാണ്. ഇനി ഇതെങ്ങനെയാണ് പടരുന്നത് എന്ന് നോക്കാം. രോഗബാധിതരായ മനുഷ്യരുടെയോ മൃഗങ്ങളുടെയോ രക്തം, ഛർദി, ഉമിനീര് തുടങ്ങിയ ബോഡി ഫ്ലൂയിഡ്സ് നേരിട്ട് സമ്പർക്കത്തിൽ വരുന്നവരുടെ മാത്രമാണ് ഇത് പകരുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങളിലേക്ക് ഇത് വൻതോതിൽ പടരാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ഇവിടുത്തെ യഥാർത്ഥ പ്രതിസന്ധി ചികിത്സയിലാണ്. മുൻപുണ്ടായിരുന്ന എബോള വൈറസിന്റെ വാരിയന്റുകൾക്കെതിരെയുള്ള വാക്സിനുകളും മരുന്നുകളും ഒക്കെ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ബുണ്ടിബുഗ്യോ എന്ന പുതിയ വാരിയന്റിന് നിലവിൽ യാതൊരുവിധ വാക്സിനുകളോ പ്രത്യേക ചികിത്സയോ ലഭ്യമല്ല. 30 മുതൽ 40% വരെ മരണനിരക്കുള്ള ഈ വൈറസിനെതിരെ പോരാടാൻ രോഗിയുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുക എന്നതൊഴിച്ചാൽ മറ്റു മാർഗങ്ങളൊന്നും തന്നെ നിലവിൽ ഡോക്ടർമാരുടെ മുന്നിലില്ല. ഡെയിലി വീഡിയോസിനായിട്ട് ഫോളോ ചെയ്യും.